നമ്മളിനി കാണാൻ പോകുന്നത് രാജേഷ് വൈദ്യർ നേരത്തെ സൂചിപ്പിച്ച കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള കാഞ്ചിലേരിയിലെ അഹല്യ എന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ്. അഹല്യയെ പറ്റി നമ്മളിവിടെ സൂചിപ്പിക്കാൻ കാരണം അഹല്യയുടെ കല്യാണം കഴിഞ്ഞതുപോലും വിഗ് വെച്ചിട്ടായിരുന്നു. ഒരു ഇഞ്ച് പോലും മുടിയുണ്ടായിരുന്നില്ല. അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. അത്രത്തോളം വിഷമിച്ചിരുന്നു. അപ്പോൾ അഹല്യ എങ്ങനെയാണ് ഇന്നുള്ളത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം അഹല്യയോട്. ഇവിടെ ഇപ്പോൾ ദിനേഷുണ്ട്. ദിനേഷിൻ്റെ അച്ഛനും അമ്മയാണിത്. അപ്പോൾ അവർക്ക് ഈ മുടികൊഴിച്ചിലിന് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു അഹല്യ ഇവിടെ വന്നപ്പോൾ മാനസികമായിട്ടുള്ള. അതെന്താണെന്നില്ല ദിനേഷിൻ്റെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം. അമ്മ എങ്ങനെയായിരുന്നു അന്ന് തോന്നിയത്? അന്നെന്ന് പറഞ്ഞാൽ അച്ഛൻ ആദ്യം പെണ്ണ് കാണാൻ പോയി വന്നു. എന്നിട്ട് അച്ഛനും മോനും കൂടി പെണ്ണ് കാണാൻ വേണ്ടി പോയി പിന്നെ അവർ ഇങ്ങോട്ട് വന്ന് മോതിരട്ടൻ്റെ ദിവസങ്ങളെല്ലാം കണ്ടു. എന്നോട് പറഞ്ഞു നീ പോയി നോക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണ് മതി നിനക്ക്. പിന്നെ ഏട്ടനും അതേപോലെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണാണ്. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു ഞാൻ. പിന്നെ മോതിരിടാൻ പോയരാന്ന് മുടിയില്ലാതെ ഇത് കണ്ടത്. പിന്നെ പോയി നീണ്ടു നീർന്ന് കിടന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മയെ മുടിയില്ല ചങ്ങായി ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയ മുടിയാണെങ്കിൽ എന്തായാലും വരാണ്ട് നിൽക്കൂല. ഈ മുടി നമ്മളെ കണ്ടില്ലേ, ഇത്ര മുടി അത്രയും ഉണ്ടായിരുന്നല്ലോ. ചെറിയ മുടിയില്ല, മൊത്തം കാശണ്ടി ഇതുപോലെയായിരുന്നു. ഇത്ര പോലെ മുടി ഉണ്ടായിരുന്നു. ശരി. ഒന്നാണ് ഈ വിഗ് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? കല്യാണത്തിന് ഇതാണ് അഹല്യ അന്ന് ഉപയോഗിച്ചിരുന്ന വിഗ്. ഇതിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് മുടിയില്ലാത്തതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. പക്ഷെ ഇത് ഇവര് സൂക്ഷിക്കുന്നുണ്ട് അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഞാനിത് ആടി എടുത്ത് വെച്ചു. അപ്പൊ നിങ്ങളിവിടെ വന്നേ പിന്നെ നിങ്ങളെടുത്ത് കാണാം. പക്ഷെ കരുതിക്കൂട്ടി ഞാൻ കാണിച്ചതല്ല. എന്റെ അനുഭവത്തിലെ കൂടി വന്നോണ്ട് അല്ല നിങ്ങളെ ആ ഒരു മനസ്സിന്റെ അത് മനസ്സിലായി നമുക്ക്. ഞാൻ ഒരു കുട്ടീനെ കുറവാക്കിട്ടോ അതല്ല എത്രയായാലും ഓക്കും ഒരു വിഷമങ്ങൾ ഉണ്ടാവും അല്ലെ. കാണുമ്പോ ഒരു വിഷമം അമ്മ ഇങ്ങനെ ആ ഒരു ഉള്ളിൽ ഞാൻ വെച്ചിട്ടില്ല ഇതല്ല. അപ്പൊ അനുഭവത്തിൽ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നതല്ലേ. ഞാൻ ആരും കാണിച്ചിട്ടില്ല. അവളോട് ചോദിച്ചോട്ടെ ഒരാളെ ഞാൻ ഇന്ന് വരെ കാണിച്ചു. ഓളൊക്കെ ഒരു വിഷമം ഇന്ന് വരെ തട്ടീനെ ചോദിച്ചോട്ടെ അമ്മ ഇങ്ങനെ മുടിയില്ലാതുകൊണ്ട് അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അവള് ചോദിച്ചു. ഒന്നും ഇതുവരെ ഞാൻ അവളെ പറ്റി പറഞ്ഞിട്ടില്ല. മുടി തിരിച്ചു വരാൻ വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയും പിന്നെ വൈദ്യരെ മരുന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വൈദ്യർക്ക് പൂർണ്ണചന്ദ്രനെ പോലെ ശോഭ എപ്പോഴും എല്ലാ ദിക്കിലും പരന്ന് അയാൾക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ അയാളെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വൈദ്യരെ നമുക്ക് കാണിച്ചു തന്നത് എന്തോ തമ്പുരാൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ പുരാണത്തിലെ അഹല്യയുടേതുപോലെ തന്നെ നമ്മുടെ അഹല്യക്കും ഒരു കഥ പറയാനുണ്ട്. അത് അഹല്യക്ക് മോചനം കിട്ടിയത് വിഗ്ഗിൽ നിന്നാണ്. വിഗ് വെച്ചിട്ടാണ് അഹല്യ പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിനും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ചോദിച്ചറിയാം. അതൊരു കഥ തന്നെയായിരുന്നു. വിവാഹം കഴിയുമ്പോൾ ഒന്നും ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല. മുല്ലപ്പൂ പോലും വെക്കാൻ മുടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിഗ് വെക്കേണ്ട അവസ്ഥ തന്നെയായിരുന്നു. വളരെ വിഷമായിരുന്നു കല്യാണമൊക്കെ കഴിക്കുമ്പം. അപ്പോൾ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ദിനേശേട്ടൻ പറയും. തീർച്ചയായും നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെ തോന്നിയിരുന്നു. മറ്റുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെ മുടി ഉണ്ടാകുമ്പോൾ നമ്മളും ഇവർക്ക് മുടിയില്ലാത്തതുകൊണ്ട് നമുക്കൊരു വിഷമം തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമൊക്കെ ഇവർക്ക് പലതരത്തിൽ ഇംഗ്ലീഷ് മരുന്നും അലോപ്പതികളും ആയുർവേദ മരുന്നുകളിലൊക്കെ മേടിച്ചു. അതിൽ നിന്ന് ഒരു മുടി കൊഴിച്ചൽ ഇതൊന്നും കിട്ടിയിരുന്നില്ല. കുറേ മരുന്ന് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ കുറേ മരുന്ന് ഉപയോഗിച്ചിരുന്നു. പലതരത്തിലുള്ള മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്തു. പക്ഷേങ്കിൽ ഇത് മുടി കൊഴിച്ചിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ ഒരു തളിപ്പുള്ള ഒരു വിവാഹ നിശ്ചയത്തിന് പോയവരാണ് നമ്മൾ പുളിമറമ്പുള്ള രാജേഷ് വൈദ്യരെ കുറിച്ച് അറിയുന്നതും. വൈദ്യരെ ഇങ്ങനെ പറഞ്ഞു മുടി വളരെയധികം പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആദ്യത്തെ ഒരു മാസം തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ നിന്ന് മുടിയുടെ വളർച്ച അന്ന് തന്നെ തുടങ്ങി അല്ലേ? ഒരു മാസം കഴിയുമ്പോൾ നന്നായി വളർച്ചയുണ്ടായിരുന്നു. അതിലേക്ക് വന്ന് തോന്നിയോ ഒരു മുടി വളരുന്നില്ല? ഒരു കോൺഫിഡൻസ് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. വൈദ്യരെ കാണിച്ചപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നല്ല കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് മുടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഈ ചികിത്സ അതിലേക്ക് കോൺഫിഡൻസ് നൽകിയത് ഹസ്ബൻഡ് ദിനേഷാണ് അല്ലേ? ദിനേഷിന് എങ്ങനെയായിരുന്നു തോന്നിയത്? തീർച്ചയായും നല്ല ഞാൻ യൂസ് ചെയ്തായിരുന്നു. ഞാനൊക്കെ യൂസ് ചെയ്ത നല്ല ഈ എണ്ണ നല്ലൊരു ഇത് നല്ലൊരു കുളിർമയും നല്ലൊരു തണുപ്പും ഇതെല്ലാം നമുക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. വൈദ്യുതി പറഞ്ഞ ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നല്ലൊരു വളർച്ച ഇപ്പം നല്ലൊരു വളർച്ച തന്നെ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു എഫക്റ്റ് ഇതായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരുന്നു. പൂർണ്ണമായും ഒരുപാട് കൊഴിഞ്ഞിരുന്നു, തീരെ ഉണ്ടായിരുന്നില്ല. കഷണ്ടിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരെ മുടി കാണുമ്പോൾ നമുക്കൊരു
അപ്പോൾ ഞാൻ നന്നായി മനസ്സിലായിരുന്നില്ല അല്ലേ? ഒന്നും മനസ്സിലായിരുന്നില്ല. പിന്നെ നല്ല സപ്പോർട്ടൊക്കെ കൊടുത്തു. വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നല്ല ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദം, അലോപ്പതി എല്ലാ മരുന്നുകളും കാണിച്ചു. പല ഡോക്ടർമാരെയും ഇതെല്ലാം കാണിച്ചു. നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ തന്നെ ഒരു മുടി വളരുന്ന ഒരു ഇതുണ്ടായിരുന്നു. എങ്ങനെയാണ് ആദ്യം ഉണ്ടായിരുന്നത്? ആദ്യത്തെ ഒരാഴ്ച തന്നെ നമുക്കൊരു നല്ലൊരു ഇതുണ്ട്. മുടി മറ്റുള്ള ഇത് മരുന്ന് കഴിച്ച് മുടി കൊഴിയുന്നതിനെക്കാട്ടി നല്ലൊരു മുടി നിൽക്കുന്ന ഒരു ഇത് നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ വൈദ്യുതി പറഞ്ഞ് ഇങ്ങനെ സ്ട്രെയിൻ ഇതെല്ലാം അതേ വളരെ അത്യുത്തിൽ തന്നെയാണ് നമ്മൾ നിന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ നല്ലൊരു മുടിയായി വരുന്നത്. അത് കൂടുതൽ മുടി കൊഴിച്ചുള്ളതുകൊണ്ട് ഒരു ചികിത്സാ രീതി വേറൊരു ഉണ്ടായിരുന്നുണ്ടാവും അല്ലേ? ഒരു ചിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതന്നെ ചിട്ടിയും കാര്യങ്ങൾ തന്നെ പറഞ്ഞ പോലെ തന്നെ നിന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മുടി നമുക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ നല്ലൊരു വളർച്ച കാണിച്ചു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. മുടി വളരുന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത് അന്ന് മുതലാണല്ലേ? ഒരു പലതരം വീട്ടിൽ നിന്ന് പലതരത്തിൽ യൂസ് ചെയ്താണ്. അതിൽ നിന്നൊരു മോചനം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ പെണ്ണിന് അവിടുന്ന് കണ്ടായിരുന്നു നല്ലൊരു മുടി കണ്ട. അപ്പോൾ ഞാനും പറഞ്ഞു അവിടെ നിന്ന് പോയി നോക്കാം. അങ്ങനെയാണ് പോയത്. നമുക്ക് മറ്റുള്ളവരെ മുടി കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. അതാണ് നമ്മൾ എവിടെ പോയത്. പരിപൂർണ സപ്പോർട്ട് ദിനേശ് ഉണ്ടായിരുന്നു അല്ലേ? നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ വിഷമിക്കണ്ടെന്ന് തന്നെ പറഞ്ഞു. കാരണം എനിക്ക് ഈ വൈദ്യരെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ദിനേശ് ചേട്ടനോട് നല്ല കോൺഫിഡൻസ് ഉണ്ട് വരുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ അനുഭവമാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുട്ടിക്കും ഇങ്ങനെ വന്ന് അറിയുന്നവരെന്നെ ആയിരുന്നു. അപ്പൊ അവള് പറഞ്ഞു വേഗം പോയി കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെയാണ് ഈ വൈദ്യരെ കുറിച്ച് അറിയുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആരെങ്കിലും മുടിയില്ലാണ്ട് ഏതെങ്കിലും പെൺകുട്ടികൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി കാണിക്കുക. ഒട്ടും ലോ ആകാൻ നിൽക്കാൻ പാടില്ല മുടി. എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്.